ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലിയോയുടെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞതിനെ പറ്റിയാണേ. ലിയോയ്ക്ക് ജനിക്കുന്ന ഉടനെ പല്ല് കാണത്തില്ല. ജനിച്ച് 2 ആഴ്ച മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് പാൽപ്പല്ലുകൾ 28 എണ്ണം വരും. അത് കഴിഞ്ഞ് അടുത്ത പാൽപ്പല്ലുകൾ 28 എണ്ണം വന്നതിന് ശേഷം 3 മാസം തൊട്ട് 6 മാസത്തിനുള്ളിൽ അവരുടെ ആ പല്ലുകളെല്ലാം കൊഴിയാൻ തുടങ്ങും. ആ കൊഴിയുന്ന സമയത്ത് തന്നെ ഇവർക്ക് പുതിയ പുതിയ പല്ലുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർക്ക് ടോട്ടൽ 42 പല്ലുകളാണ് ഉള്ളത്. അതിനിടയിൽ ഇവർ ഭയങ്കര കടി അങ്ങനെയൊക്കെയാണ്. ഇവർക്ക് കുറേ ടോയ് അങ്ങനെയൊക്കെ വേണം. നൈലോണിൻ്റെ കുറച്ച് ടോയ് അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. പിന്നെ ഇവനൊക്കെ ബോളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേദന കാണും, അവിടെ ചൊറിച്ചിൽ കാണും പല്ല് പൊഴിയുന്നിടത്ത്. അപ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കാനൊക്കെ വേണം. പിന്നെ എപ്പോഴും പല പല സ്വഭാവമൊക്കെ മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത്. ഇത് കണ്ടോ, ഇത് ഫ്രണ്ടിലൊരു കുഞ്ഞു പല്ലിങ്ങനെ ആടി, അത് കൊഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഇതാണ്. പിന്നെ ഇങ്ങനെ 1-2 പല്ലായിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടാൻ തുടങ്ങി പതുക്കെ പതുക്കെ. ഇവൻ വീടിനകത്ത് തന്നെയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഈ പല്ലെല്ലാം കിട്ടിയത്, അല്ലേ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വളർത്തിയാൽ നമുക്കറിയത്തില്ലല്ലോ പല്ല് എത്ര എണ്ണം നമുക്ക് കിട്ടി, പിന്നെ എത്ര എണ്ണം പൊഴിഞ്ഞു. ഇവർക്ക് പല്ല് പൊഴിയുന്നുണ്ടോ എന്ന് തന്നെ പലർക്കും അറിയത്തില്ല. ഇത് കണ്ടോ, ഇവൻ കിടന്നുകൊണ്ട് ഇതൊക്കെ എന്തൊക്കെയോ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് കടിക്കുന്നു, ഇങ്ങനെ കണ്ണി കാണുന്നതൊക്കെ കടിക്കും. ഇത് കട്ടിലിൻ്റെ അടിയിലെ പ്ലൈവുഡ് എല്ലാം കൂടി കടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ്. ഇതുപോലത്തെ ടോയൊക്കെയാണ് ഈ സമയത്ത് അവർക്ക് നല്ലത് കളിക്കാനായിട്ട്. അപ്പോൾ പല്ലിനൊക്കെ ഒരു സുഖം കാണും. കടിച്ചിങ്ങനെ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ ചിലപ്പോൾ ഞാൻ വലിച്ചിങ്ങനെ വലിക്കും, അവൻ വലിക്കും, അങ്ങനെയൊക്കെയാണ് കളി. ഇത് രാത്രി 3 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഇരുന്ന് കളിക്കുകയാണ്. ഞാനെപ്പോഴും അവന് ടോയ് കുറച്ച് വെച്ചേക്കും അവൻ്റെ അടുത്ത്. അങ്ങനെ ഓരോ ദിവസവും പല്ല് കൂടി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ പല്ല് നമ്മളിങ്ങനെ ആടിയിരിക്കുന്ന പല്ലൊന്നും നമ്മൾ വലിക്കാനൊന്നും പാടില്ല. അത് പതുക്കെ പൊഴിഞ്ഞ് കിട്ടും. ടോട്ടൽ എൻ്റെ കയ്യിൽ 11 പല്ല് കിട്ടി. എല്ലാം കൂടി ഞാനിപ്പം ഒരു കവറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എനിക്കൊരു പെറ്റുണ്ടായിരുന്നു. അവനിപ്പോൾ പോയിട്ട് 1 വർഷമാകുന്നു. അവൻ്റെ മുടി, നഖം അങ്ങനെയെല്ലാം വെച്ചിട്ട് ഞാൻ കീ ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇതവൻ്റെ മുടിയാണ്, മുടി വെച്ച് ചെയ്ത കീ ചെയിനാണ്. അതവൻ്റെ നഖമാണ്, കറുത്ത നഖമായിരുന്നു അവൻ്റെ നഖം. അതെല്ലാം വെച്ച് ചെയ്തതാണ്. അതുപോലെ പിന്നീട് എപ്പോഴും അവൻ്റെ ടീത്ത് വെച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു കീ ചെയിന്. ഇതുപോലത്തെ ടോയൊക്കെയാണ് ആ സമയത്തൊക്കെ അവന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അവൻ്റെ പല്ലെല്ലാം വന്നു. അവനെ ഞാൻ ഈ ഒരു പേസ്റ്റ് വെച്ചാണ് പല്ല് തേപ്പിക്കുന്നത്. ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ പോവുകയാണ്. പല്ലൊക്കെ തേക്കാനൊക്കെ അവന് ഇഷ്ടമാണ്. നന്നായിട്ട് കാണിച്ചൊക്കെ തരും. ആഴ്ച 2 പ്രാവശ്യം തേപ്പിക്കും. ഒരു ചൊവ്വാഴ്ച ദിവസം തേപ്പിക്കും, വെള്ളിയാഴ്ച ദിവസം തേപ്പിക്കും. അങ്ങനെ അതിപ്പോൾ അവന് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അതവൻ തേപ്പിച്ച് കഴിഞ്ഞ് ഉടനെ അവൻ എന്തെങ്കിലും ഒരു ട്രീറ്റൊക്കെ കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. അകത്തെ പല്ലൊക്കെ കുറച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അവിടെയൊക്കെയാണ് ഫുഡിൻ്റെയൊക്കെ ഇരിക്കുന്നത്. എല്ലാത്തിനും ട്രീറ്റ് വേണം അവന്. ട്രീറ്റ് ഇല്ലാതെ ഒരു പണിയും നടക്കത്തില്ല. താങ്ക് യു.